നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. വ്യാപാരം, തൊഴിൽ, ആൾമാറാട്ടം, സൈബർ തട്ടിപ്പ് കേസുകളെ കരുതിയിരിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. മാടക്കത്ര പഞ്ചായത്തിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് അധികാരികൾ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ വനം വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി. നടത്തറ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജന്തുജന്യ രോഗ നിയന്ത്രണ യജ്ഞം പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ചിറക്കാക്കോട് റോഡിൽ വീണ്ടും ബൈക്ക് അപകടം. കട്ടിലപ്പൂവം സ്വദേശി കരിപ്പക്കുടിയിൽ ജോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി നവീകരിച്ച ക്രിട്ടിക്കൽ കെയർ ചികിത്സാ വിഭാഗം DIG P വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. വ്യാപാരം, തൊഴിൽ, ആൾമാറാട്ടം, സൈബർ തട്ടിപ്പുകളിലെ വൈവിധ്യങ്ങളെ കരുതിയിരിക്കുക എന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. സൈബർ തട്ടിപ്പിൽ ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും പുതിയതരം തട്ടിപ്പുകളെക്കുറിച്ചും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS പറഞ്ഞു. 190ഓളം സൈബർ തട്ടിപ്പ് കേസുകൾ ഈ വർഷം തൃശൂർ സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ 64, സിറ്റിയിലെ മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ 126 കേസുകളും. വ്യാജ ലിങ്കുകൾ അയച്ച് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്ന ലിങ്ക് ഫ്രോഡ് രീതിയിലാണ് കൂടുതൽ പേർ ഇരയായത്. ഷെയർ പോലുള്ള വ്യാപാര സാധ്യതകളിൽ ഇരയാകുന്ന ട്രേഡ് ഫ്രോഡ്, OTP ഷെയർ ചെയ്ത് പണം നഷ്ടപ്പെടുന്ന OTP ഫ്രോഡ് എന്നീ രീതികളിലും പണം നഷ്ടപ്പെട്ടു. ജോബ് ഫ്രോഡ്, അന്വേഷണ വിഭാഗത്തിലെ ഓഫീസർ ചമർഞ്ഞ് വ്യാജ ഫോൺ വീഡിയോ കോളിലൂടെ കബളിപ്പിക്കുന്ന ഇംപേഴ്സണൽ, ഷോപ്പിംഗ് ഫ്രോഡ് എന്നിവയിലൂടെയും പണം നഷ്ടപ്പെടുന്ന പരാതികളുണ്ട്. ആൾമാറാട്ട കോളുകളിലൂടെയുള്ള രീതികൾ കരുതിയിരിക്കണം. സമ്മാനങ്ങൾ, ലോട്ടറി എന്നിവയിൽ ആകർഷിപ്പിക്കുന്ന ഗിഫ്റ്റ് ഫ്രോഡ്, ഫേക്ക് അക്കൗണ്ട് ഫ്രോഡ്, ഗൂഗിൾ പേ ഫ്രോഡ്, ലോൺ ആപ്പ് ഫ്രോഡ് എന്നീ രീതികളിലും പണം നഷ്ടപ്പെടുന്നു. 2 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ട കേസ് ഉൾപ്പെടെ 15 കോടി തുക സൈബർ തട്ടിപ്പ് കേസുകളിൽ തൃശൂർ സിറ്റിയിൽ മാത്രം ഈ വർഷം ഇന്നേ വരെ കണക്കുകൾ കാണിക്കുന്നു. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ മാത്രം 14 കോടിയും മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ 2 കോടി തുകയും ഉൾപ്പെടുന്നു. 1930 നമ്പറിൽ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്തവരുടെ കേസുകളിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് പണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ ഒരു കേസിൽ 9.5 ലക്ഷം രൂപ തിരിച്ചെടുക്കാൻ സാധിച്ചു. വീടുകൾ കുത്തിത്തുറന്നുള്ള മോഷണങ്ങളിൽ നഷ്ടപ്പെടുന്ന തുകയേക്കാൾ 15 ഇരട്ടിയിലധികം തുകയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്നത്. 1,38,00,000 തുക ഹൗസ് ബ്രേക്കിംഗിൽ നഷ്ടപ്പെട്ടപ്പോൾ സൈബർ തട്ടിപ്പുകളിൽ നഷ്ടമായത് 15 കോടിയിലധികമാണ്. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയും ആകർഷകമായ ബോധവൽക്കരണങ്ങളുമായി പോലീസ് സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളെയും പുതിയ രീതികളെയും ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. കേരള പോലീസ്, മറ്റു ജില്ലാ പോലീസ് എന്നിവരുടെ സാമൂഹ്യ മാധ്യമ പോർട്ടലുകളിലൂടെയുള്ള സൈബർ സുരക്ഷാ നിയമങ്ങൾ പിന്തുടരുന്നത് പുതിയ തട്ടിപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രതിരോധിക്കാനുമുള്ള മാർഗങ്ങളെ മനസ്സിലാക്കാനും സാധിക്കും. സാമ്പത്തിക സ്വകാര്യ വിവരങ്ങൾ, OTP എന്നിവ ഷെയർ ചെയ്യാതിരിക്കുക. സൈബർ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1930 എന്ന നമ്പറിൽ വിളിക്കുക. എമർജൻസി നമ്പറായ 112 വിളിച്ചും പോലീസിന്റെ സഹായം തേടാം. സൈബർ തട്ടിപ്പുകളെ വളരെ കരുതിയിരിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPS അറിയിച്ചു. ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പ് വഴി ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നുവെന്ന് മാത്രമേ. അതല്ലാതെ വേറെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഈ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, അല്ല ഈ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിക്കെതിരെയും അതുപോലെ തന്നെ ഈ കുട്ടികൾക്കെതിരെയും നമുക്ക് ജൂനിയർ ജസ്റ്റിസ് നിയമപ്രകാരം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇവർ ഈ ലഹരി വസ്തുക്കളുടെ എന്തെങ്കിലും ഇടപാടുകളോ അങ്ങനെ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് സ്ഥിരീകരിച്ച് പറയാൻ പറ്റും. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 112 എന്ന് പറയുന്ന
കേരള പോലീസിന്റെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് കോൾ വന്നിട്ടുണ്ട്, അത് ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥരാണ്, സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെരിഫൈ ചെയ്ത് പറയും. ഇല്ലാതെ പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ അഫീഷ്യലി ഉള്ള keralapolice.gov.in ആ വെബ്സൈറ്റിൽ വെരിഫൈ ചെയ്യാം. ഇല്ല കേരള പോലീസിന്റെ ആപ്പിൽ നിങ്ങൾ വെരിഫൈ ചെയ്യാം. നിങ്ങൾ വീട്ടിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏത് പോലീസ് സ്റ്റേഷൻ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ കട്ടിലപ്പൂവം, വാരിക്കുളം, പുല്ലങ്കണ്ടം, നിന്നുകുഴി തുടങ്ങിയ പ്രദേശങ്ങളിൽ മാസങ്ങളായി തുടരുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം തേടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് മന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. റവന്യൂ മന്ത്രി കെ രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, മെമ്പർ ജെയ്മി തുടങ്ങിയവരടങ്ങിയ സംഘം നടത്തിയ ചർച്ചയിൽ ഇലക്ട്രിക് സംരക്ഷണ വേലി അടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി പ്രസിഡന്റ് ഇന്ദിര മോഹൻ പറഞ്ഞു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ വനമേഖലയായ വാർഡ് 3, 4, 5, 6 എന്നീ പ്രദേശങ്ങളിൽ 8 മാസത്തോളമായി ആനശല്യം വളരെ കൂടുതലാണ്. അതിൻ്റെ ഭാഗമായി ഫോറസ്റ്റ് അധികാരികളുടെ നേതൃത്വത്തിൽ അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നാട്ടിലെ ആളുകളടക്കം ആനശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ഇടപെടലൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ കർഷകരും കൃഷി ഉള്ളതുമായ പ്രദേശമാണ് ഈ പറഞ്ഞ കട്ടിലപ്പൂവം, വാരിക്കുളം, പുല്ലങ്കണ്ടം, അതുപോലെ തന്നെ നിന്നുകുഴി, കടാങ്കുഴി, കല്ലിഞ്ചാല്, ഫ്രണ്ട്സ് നഗർ, ഈ പ്രദേശങ്ങൾ മുഴുവൻ SNMക്ക് അടക്കം വളരെയധികം കർഷകർ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ കൃഷി മുഴുവൻ നശിപ്പിക്കുകയാണ്. കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ പോയി അത് കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കർഷക സംഘം നേതാക്കളടക്കം അവിടെ സൈറ്റ് സന്ദർശിച്ച് മുൻ മന്ത്രി ഇപ്പോൾ MLA ആയിട്ടുള്ള AC മൊയ്തീനടക്കം അവിടെ സൈറ്റ് സന്ദർശിക്കുകയും നമ്മുടെ MLAയും അതുപോലെ തന്നെ അധികാരികളൊക്കെ ഈ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിച്ചു പോവുകയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ വനമന്ത്രിയെയും റവന്യൂ മിനിസ്റ്ററെയും നേരിട്ട് കാണുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്നൊരു ടീം ഞാന് പോയിരുന്നു. ഞാനും വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ചെയർമാൻ KP പ്രശാന്ത്, വാർഡിൻ്റെ മെമ്പർ ജെയ്മി, ഇത്രയും പേര് ഈ വനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് പോവുകയും ഇതിനു മുന്നേ ഭരണസമിതി എടുത്ത തീരുമാനം ഈ മാസം 3-ാം തീയതി ഫോറസ്റ്റ് അധികാരികൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ജില്ലാ ബ്ലോക്ക് ജനപ്രതിനിധികൾ, കൃഷി ഓഫീസർ, വനസംരക്ഷണ സമിതിയുടെ സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരടക്കം ഇവിടെ മീറ്റിംഗ്, ഭരണസമിതി യോഗം കൂടി ആ മീറ്റിങ്ങിൽ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം നടത്തിയതിൻ്റെ തീരുമാന അടിസ്ഥാനത്തിലാണ് മന്ത്രിയെ കാണാൻ പോയത്. അവിടെ ചെന്ന മന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ മിനിസ്റ്റർ അടക്കം അവിടെ പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ്, ഉദ്യോഗസ്ഥരടക്കം ഇതിൻ്റെ വിദഗ്ധരടക്കം ഒരു മീറ്റിംഗ് കൂടുകയും നമ്മൾ ആവശ്യപ്പെട്ട ഉന്നയിച്ച വിഷയങ്ങൾ, ഒന്നാമതായി ഉന്നയിച്ചത് നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ കുറിച്ചിക്കര കൊങ്ങണങ്കാട് ഉണ്ടായിരുന്നത് കുറച്ച് വർഷങ്ങളായി പട്ടിക്കാട്ടേക്ക് മാറ്റുകയും അവിടെ നിന്ന് വഴുക്കുമാറേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ജനങ്ങളെ സംബന്ധിച്ച്, കർഷകരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഏതൊരു വിഷയം വന്നാലും കുറേ കിലോമീറ്ററുകൾ താണ്ടി അവിടെ എത്തുക എന്നുള്ളതും സാമ്പത്തിക ബുദ്ധിമുട്ടും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിലവിൽ നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ കൊങ്ങണങ്കാട് തന്നെ പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ആദ്യമായി ഉന്നയിച്ചു. അതിൽ കിട്ടിയ മറുപടി വനമന്ത്രിയും റവന്യൂ മന്ത്രിയും ഉദ്യോഗസ്ഥരടക്കം ചർച്ച ചെയ്ത് നമുക്കവിടെ ഒരു OP തുടങ്ങാവുന്ന രീതിയിൽ, കർഷകരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവിടെ ഒരു സംവിധാനം ഒരുക്കാം എന്നുള്ള രീതിയിലാണ് മന്ത്രി നമുക്ക് ഈ ഒരു ആവശ്യം ഉന്നയിച്ച് ഒരു തീരുമാനം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഫെൻസിങ് സംവിധാനം 28.5 കിലോമീറ്റർ ഫെൻസിങ് സംവിധാനം നമുക്ക് മേലിലും തൊട്ട് വേണം. 8.5 കിലോമീറ്റർ, അതായത് 16 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത്, കൃഷി വകുപ്പിൻ്റെ അനുവദിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ബാക്കി കൂടി ഫണ്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് ലഭിക്കണം എന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചു. അതിനും ഒരു പരിഹാരം നമുക്ക് കാണാനായിട്ട് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഒരു തീരുമാനം അനുസരിച്ച് നമുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പ്രാദേശികമായി ഈ പ്രദേശത്ത് അവിടെയുള്ള കർഷകർ, റവന്യൂ മിനിസ്റ്റർ, പഞ്ചായത്ത് അധികാരികൾ, ഫോറസ്റ്റ് സ്റ്റേഷൻ ഭാരവാഹികൾ, നമ്മുടെ സ്റ്റേറ്റ് ഫോറസ്റ്റിൻ്റെ ഭാരവാഹികളടക്കം, മന്ത്രിയുടെ പ്രതിനിധി അടക്കം ഒരു മീറ്റിംഗ് നമുക്ക് പ്രാദേശികമായിട്ടുള്ള ഒരു യോഗം വിളിച്ചു കൂട്ടി കുറച്ചുകൂടി ഇതിനെങ്ങനെ ഇടപെടാം എന്ന രീതിയിൽ നല്ല ഒരു കാര്യപ്രസക്തമായ ഒരു ചർച്ച കൂടി നടത്തിയതിനു ശേഷമാണ് വളരെയധികം ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ അതിൽ നിന്ന് മടങ്ങിയത്. മാടക്കത്ര പഞ്ചായത്തിലെ പുല്ലങ്കണ്ടം നെടുമ്പാറയിൽ ബിനോയിയുടെ പറമ്പിൽ ആന ഇറങ്ങി വാഴകൾ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു പതിവ് പോലെ ഈ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങിയത്. കൊല്ലംകുടിയിൽ യോഹന്നാൻകുട്ടിയുടെ പറമ്പിലിറങ്ങിയ കാട്ടാന 2 തെങ്ങുകൾ നശിപ്പിച്ചു. കട്ടിലപ്പൂവം പ്രദേശത്ത് ദിവസങ്ങളായി കാട്ടാന ഇറങ്ങി വ്യാപകമായ കൃഷികൾ നശിപ്പിക്കുന്നു. കാട്ടാന ശല്യം തടയാൻ നാട്ടുകാർ
ഉറക്കമൊഴിച്ചിരുന്ന് പടക്കം പൊട്ടിച്ച് ഒച്ചയുണ്ടാക്കി തുരത്തുന്നുണ്ട്. എന്നാൽ നിത്യവും കാട്ടാന ഇറങ്ങി ശല്യം ചെയ്യുന്നതിന് ശാശ്വത പരിഹാരമാണ് പാവപ്പെട്ട കർഷകർക്കും സ്ഥിരമായി താമസിക്കുന്ന വീട്ടുകാർക്കുമുള്ള ആവശ്യം. ഇന്നലെ പുലർച്ചെ ഒരു 3:30-4 മണിയോട് കൂടിയിട്ടാണ് ആന ഇവിടെ വന്നത്. പട്ടികുറ കേട്ട് വന്ന് നോക്കിയതാണ്. ഇവിടെ തൊട്ട് മുകളിലൊരു പന നിൽക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന പന, ഇതിന്റെ കൂടെ ഒരു പനയുണ്ട്. ആ പനയുടെ തൊട്ടപ്പുറത്തെ പന അവിടെ മറിച്ചിട്ടുണ്ട്. ആന ഇവിടെ ഇതിലാണ് ഇറങ്ങിയേക്കണത്. പിന്നെ വെച്ചാൽ അതൊരു പഴയൊരു പന്നിക്കൂടായിരുന്നു. പന്നിക്കൂട് അതിന്റെ സേഫ്റ്റി ടാങ്കാണത്. അപ്പം ഇതിലിങ്ങനെ ആന വന്ന് ഇതിനകത്തൊക്കെ ചവിട്ടിയായിരുന്നെങ്കിൽ ആന ഇതിൻ്റെ ഉള്ളിൽ പോവും. വലിയൊരു കുഴിയാണ്, അതും അതേപോലെ ഒരു കുഴിയാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും നടത്തറ പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മൂർക്കനിക്കര കൃഷിഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് അധ്യക്ഷനായി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MS അശോക് കുമാർ, ER പ്രദീപ്, TP മാധവൻ, സരിത സജീവൻ, കൃഷി ഓഫീസർ സിനീഷ്, കൃഷി അസിസ്റ്റന്റ് അനു എന്നിവർ ആശംസകൾ അറിയിച്ചു. മികച്ച ഗുണനിലവാരമുള്ള വെണ്ട, വഴുതന, തക്കാളി, മുളക് തുടങ്ങിയ പച്ചക്കറി തൈകൾ, വിവിധ ഇനം വിത്തുകൾ, ചെണ്ടുമല്ലി തൈകൾ, കുരുമുളക്, തെങ്ങിൻ തൈകൾ എന്നിവയും വിതരണം ചെയ്തു. ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് ഞാറ്റുവേലകൾ ഓരോന്നും തന്നെ. ഓരോ ഞാറ്റുവേലയ്ക്കും അതിൻ്റേതായ പ്രത്യേകതകൾ അനുസരിച്ച് പരമ്പരാഗതമായി കൃഷി ചെയ്തു പോകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, കൃഷിക്ക് എന്നും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു കാർഷിക പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് തന്നെ കൃഷിക്ക് എപ്പോഴും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് നമ്മൾ ഓരോ തവണയും ആസൂത്രണം ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമസഭകൾ 13-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ കർഷക സഭകൾ ചേർന്നുകൊണ്ട് കർഷകരുടെ അനുയോജ്യമായ പദ്ധതികൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ ഓരോ തവണയും നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കാർഷിക രീതികളിലും കൃഷി രീതികളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കർഷകരുടെ പ്രശ്നങ്ങൾ സമ്മതിക്കാനും അതിന് വേണ്ട നിർദ്ദേശം നൽകാനും കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് വളരെ നല്ല സാങ്കേതിക സഹായം ചെയ്യാനുള്ള ഒരു ടീം തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ആവശ്യമായ ആഭ്യന്തര ഉൽപ്പാദനം ഇവിടെ തന്നെ ഉണ്ടാക്കാൻ വേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സ്ഥിരമായി കൃഷി ചെയ്യുന്നവരെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ, യുവതലമുറയിൽപ്പെട്ട ആളുകൾ കൂടി ഈ രംഗത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ട ബോധപൂർവമായ ഇടപെടലുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂറിൽ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. യോഗ്യത ന്യൂഡൽഹി NCHMCT സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലും അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നും 50% മാർക്കിൽ കുറയാത്ത 3 വർഷ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ AICTE അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച 60% മാർക്കിൽ കുറയാത്ത ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം, 3 സ്റ്റാറിൽ കുറയാത്ത ഹോട്ടലിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, IHMCT സർക്കാർ കോളേജ് ഏതിലെങ്കിലും 2 വർഷത്തെ അധ്യാപന പരിചയം. താൽപ്പര്യമുള്ളവർക്ക് ജൂലൈ 10-നകം അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 23 84 253. തദ്ദേശ തിരഞ്ഞെടുപ്പിന് കാഹളം മുഴക്കി BJP വിശാല സംസ്ഥാന നേതൃയോഗം. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ CPM പുറത്താക്കിയാൽ BJP സംരക്ഷിക്കുമെന്ന് K സുരേന്ദ്രൻ. CPM തിരുത്തലിനൊരുങ്ങുകയാണെങ്കിൽ ആലപ്പുഴയിലെ കളയല്ല പിണറായിയിലെ കളയാണ് പറിച്ചു കളയേണ്ടതെന്ന് K സുരേന്ദ്രൻ. അതിനുള്ള ധൈര്യം MV ഗോവിന്ദനുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. തിരുവനന്തപുരത്ത് നടന്ന BJP വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. അഴിമതിക്കും അനീതിക്കുമെതിരെ ശബ്ദിച്ച കുറ്റത്തിന് G സുധാകരനെ പുറത്താക്കിയാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ശരിയായ ബദൽ കേരളത്തിലുണ്ട്. ശക്തമായ നിലപാടെടുത്ത് CPM-ൽ രക്തസാക്ഷികളാകുന്നവരെ സ്വീകരിക്കും BJP. പണ്ടൊക്കെ CPM-ൽ നിന്ന് പുറത്താകുന്നവർ അനാഥമാവുകയായിരുന്നുവെങ്കിൽ ഇന്ന് 20% വോട്ടുള്ള NDA ഉണ്ട്. വർഗീയ പ്രീണന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കില്ല, വികസന രാഷ്ട്രീയം ഉയർത്തും. കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിക്കെതിരെയാണ് PSC മെമ്പർ നിയമനത്തിലെ കോഴ ആരോപണം വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗത്തിന് നേരെ കൈയൂങ്ങുകയാണ് CPM. തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരോട് പകപോക്കുന്നു. BJP-യെ പിന്തുണച്ചതിന്റെ പേരിൽ ആരും ആക്രമിക്കപ്പെടില്ല. ക്രൈസ്തവ നേതൃത്വത്തെയും CPM ഭീഷണിപ്പെടുത്തുന്നു. BJP-ക്ക് വോട്ട് ചെയ്തവരെ വേട്ടയാടാൻ അനുവദിക്കില്ല. SFI-യെ ഉപയോഗിച്ച് നാട്ടിൽ കലാപം അഴിച്ചുവിടുന്നു CPM.
LDF-നും BJP-ക്കും ഒരേ സീറ്റാണ് കിട്ടിയത്. അധികം വൈകാതെ BJP കേരളം ഭരിക്കും. തനിക്ക് മുൻപേ പ്രവർത്തിച്ച എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാർക്കും വിജയത്തിന്റെ ക്രെഡിറ്റ്. ഇവിടുത്തെ പ്രവർത്തകരുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിനും അംഗീകാരമാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം പോയത് UDF-ലേക്കല്ല, NDA-യിലേക്കാണ്. തോറ്റപ്പോൾ ആക്രമിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, പിന്തിരിയാതെ പോരാടി, ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നു. നേതൃയോഗം കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് മൃഗസംരക്ഷണ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത്, ഏരിയ പ്രസിഡന്റുമാർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെ 2500ഓളം പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ജൂബിലി മിഷനിലെ നവീകരിച്ച ക്രിട്ടിക്കൽ കെയർ ചികിത്സാ വിഭാഗം DIG P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി നവീകരിച്ച ക്രിട്ടിക്കൽ കെയർ ചികിത്സാ വിഭാഗം ADGP P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗോൾഡൻ ജൂബിലി ബ്ലോക്കിലെ 2ാമത്തെ നിലയിലാണ് നവീകരിച്ച ബ്ലോക്ക്. 20 രോഗികൾക്ക് ആരോഗ്യ പ്രവർത്തകരും ആവശ്യമായ ഉപകരണങ്ങളും മരുന്നുകളും ലഭ്യമാക്കുന്ന ക്രിട്ടിക്കൽ കെയറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിചരണം ന്യായമായ നിരക്കിൽ ലഭിക്കും. മറാൻഡ്രൂസ് താഴത്ത് ആശീർവാദം നിർവഹിച്ചു. CEO ഡോക്ടർ ബെന്നി ജോസഫ് നീലങ്കാവിൽ, ജൂബിലി മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിബു കള്ളിവളപ്പിൽ, ക്രിട്ടിക്കൽ കെയർ മേധാവി ചെറിഷ് പോൾ, കൺസൾട്ടന്റ് ഡോക്ടർ ജെയിൻ K. ജോർജ് എന്നിവർ പങ്കെടുത്തു. സ്റ്റുഡൻറ് ഓഫ് എക്കണോമിക്സ് ആയിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ ഈ
ലേബർ ഹൗസ് ഹോൾഡ്സിൻ്റെ സർവൈവൽ മെക്കാനിസത്തെ കുറിച്ചൊരു പഠിക്കുകയും ലേബർ ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ അവരുടെ ലേബറാണ്. അത്തരത്തിലുള്ള ഒരാളുടെ കാലിന് വയ്യ, സോ RCCയിൽ പോകണം, യു മസ്റ്റ് ടേക്ക് കെയർ ഓഫ്. ഞങ്ങളവിടെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ സമാഹരിച്ച് ഡോക്ടർമാരുണ്ട് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആംബ്യൂട്ടേറ്റ് ചെയ്യണം. ആ കുടുംബത്തിൽ അച്ഛനെന്ന് പറഞ്ഞ മിസ്റ്റർ കുഞ്ഞൻ നല്ല കടുകയാണ്. അമ്മ കല്യാണ ഹാളുകളിൽ പണിക്ക് പോയിട്ട് കിട്ടുന്ന LBS4 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 പ്രീ ഡിഗ്രി, ഡിഗ്രി ഉള്ളവർക്ക് DCA, SSLC ഉള്ളവർക്ക് 1 വർഷത്തെ DCA, പോളി ഡിപ്ലോമ യോഗ്യരായവർക്ക് PDCA, ബിരുദധാരികൾക്ക് 1 വർഷത്തെ PGDCA കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. ജൂലൈ 31 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 2250 നടത്തറ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജന്തുജന്യ രോഗ നിയന്ത്രണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് നിർവഹിച്ചു. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ്, മണ്ണുത്തി NSS യൂണിറ്റ്, സ്റ്റുഡന്റ് യൂണിയൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ നടത്തറ പഞ്ചായത്തിൽ ജന്തുജന്യ രോഗ നിയന്ത്രണ യജ്ഞം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ 60ഓളം വരുന്ന NSS സ്റ്റുഡന്റ്സ് യൂണിയൻ വിദ്യാർത്ഥികൾ ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള സർവേ നടത്തി ആളുകൾക്ക് അവബോധം സൃഷ്ടിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, മണ്ണുത്തി വെറ്ററിനറി കോളേജ് NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ രാധിക, ഡോക്ടർ സുബിൻ K. മോഹൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിൽ വലിയ രീതിയിൽ അത് ദോഷം ബാധിച്ചിട്ടുള്ളതായി നമുക്ക് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ ജന്തുജന്യ രോഗങ്ങളെ പറ്റിയിട്ടുള്ള ഒരു നല്ല അവബോധം നൽകുന്നതിന് ഈ കുട്ടികളുടെ കാര്യവുമായ ഇടപെടലുകൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കുട്ടികളെയും ഭാഗമായി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പദ്ധതി ഔദ്യോഗിക പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്തതായി. ഗവൺമെന്റ് ITIകളിൽ പ്രവേശനത്തിന് ജൂലൈ 12 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 100 രൂപ. അട്ടപ്പാടി ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്കൽ, മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക്കൽ, ഡീസൽ, വെൽഡർ ട്രേഡുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. പെരുമാട്ടി ഗവൺമെന്റ് ITIയിൽ മെക്കാനിക്കൽ, അഗ്രികൾച്ചറൽ മെഷീനറി ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാം. വാണിയംകുളം ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്മാൻ, സിവിൽ 2 വർഷം, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി 1 വർഷം ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0466 222744. KS പ്രവീൺകുമാർ സ്മാരക ഫോട്ടോഗ്രാഫി പുരസ്കാരം A. സനീഷിന്. ദേശാഭിമാനി ചീഫ് ഫോട്ടോഗ്രാഫറായിരുന്ന അകാലത്തിൽ അന്തരിച്ച KS പ്രവീൺകുമാറിന്റെ പേരിൽ തൃശൂർ പ്രസ് ക്ലബിൽ ഏർപ്പെടുത്തിയ പ്രഥമ ഫോട്ടോഗ്രാഫി അവാർഡിന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ A. സനേഷിന്റെ സീക്കിംഗ് സൊലേസ് ഇൻ സോളിറ്റ്യൂഡ് എന്ന ചിത്രം അർഹമായി. 15,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അന്തിമോപചാര ചടങ്ങിൽ ഭാര്യ മറിയാമ്മയുടെ ദൃശ്യമാണ് ഏകാന്തതയിൽ ആശ്വാസം തേടി എന്ന ചിത്രത്തിൽ. വാർത്താമൂല്യത്തോടൊപ്പം അതിൽ തെളിയുന്ന കാവ്യാത്മകത ചിത്രത്തെ വ്യത്യസ്തമാക്കി. ആൾക്കൂട്ടത്തിലും അവരുടെ വേദനയുടെ ആഴം വ്യക്തമാക്കുന്ന ഈ ചിത്രം ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തത്. 40ലേറെ എൻട്രികളിൽ നിന്നാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തത്. P. മുസ്തഫ, VS ഷൈൻ, S. പത്മനാഭൻ എന്നിവരടങ്ങിയ ജൂറിയാണ് വിധി നിർണയിച്ചത്. കേരള മീഡിയ അക്കാദമിയും തൃശൂർ പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. സാഹിത്യ അക്കാദമിയിൽ ജൂലൈ 12 രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K. രാജൻ അവാർഡ് സമ്മാനിക്കും. K. രാധാകൃഷ്ണൻ MP, P. ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ES സുഭാഷ്, സംവിധായകൻ പ്രിയനന്ദനൻ, മീഡിയ അക്കാദമി സെക്രട്ടറി അനിൽ ഭാസ്കർ എന്നിവർ പങ്കെടുക്കും. ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ യോഗ ഇൻസ്ട്രക്ടറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. 50 വയസ്സ് കവിയരുത്. ബയോഡാറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലുള്ള നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ജൂലൈ 12 വൈകിട്ട് 5 ലഭ്യമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487293919. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജുവല്ലറി,
കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓപ്പൺ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ജൂലൈ 14 ഞായർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. കരാത്തെ അസോസിയേഷനുകളിൽ നിന്ന് 1000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഇനി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കായിക താരങ്ങൾ ജൂലൈ 10 വൈകിട്ട് 5 മണിക്ക് മുൻപ് പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9846614999 അല്ലെങ്കിൽ 9895736353 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അഖിൽ അനിരുദ്ധ്, ട്രഷറർ വിനോദ്, തൃശൂർ ജില്ലാ കരാത്തെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KG ശിവജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണുത്തി ചിറക്കാക്കോട് റോഡിൽ വീണ്ടും ബൈക്ക് അപകടം. കട്ടിലപ്പൂവം സ്വദേശി കരിപ്പക്കുടിയിൽ ജോണി അപകടത്തിൽപ്പെട്ടു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ജോണിയെ നാട്ടുകാർ ആംബുലൻസ് വരുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ശനിയാഴ്ച ഇതേ സ്ഥലത്ത് ഡിയോ സ്കൂട്ടർ യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ടു. ഈ അപകടം നേരിൽ കണ്ട പച്ചക്കറികൾ കയറ്റിവന്ന പെട്ടി ഓട്ടോറിക്ഷക്കാരൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർവശത്തെ റോഡരികിലെ കാനയിൽ വീണു. നാട്ടുകാർ വണ്ടി കാനയിൽ നിന്നും കയറ്റി. കാര്യമായ കേടുപാടുകൾ സംഭവിക്കാതെ വണ്ടിയും ഡ്രൈവറും രക്ഷപ്പെട്ടു. തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ അധ്യാപക തസ്തികയിലുള്ള 2 ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. BA, MA, B.Ed ഹിന്ദി, KTech ആണ് യോഗ്യത. സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂലൈ 11 രാവിലെ 11 ഓഫീസിൽ ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048723323440. കുറ്റൂർ പാമ്പൂർ ചൊവ്വൂക്കാരൻ ദേവസി ഭാര്യ കുഞ്ഞായി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം കുറ്റൂർ മേരിമാത പള്ളിയിൽ നടന്നു. ജോർജ് ആൻഡോ, പരേതനായ ബേബി, ബാബു, ഓമന, മീന, ഷീന എന്നിവർ മക്കളും. റോസി, മിനി, വത്സ, പ്രിൻസി, വർഗീസ്, ജേക്കബ്, കുര്യാക്കോസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാപാരം, തൊഴിൽ, ആൾമാറാട്ടം, സൈബർ തട്ടിപ്പ് കേസുകളെ കരുതിയിരിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. മാടക്കത്ര പഞ്ചായത്തിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് അധികാരികൾ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ വനം വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി. നടത്തറ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജന്തുജന്യ രോഗ നിയന്ത്രണ യജ്ഞം പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ചിറക്കാക്കോട് റോഡിൽ വീണ്ടും ബൈക്ക് അപകടം. കട്ടിലപ്പൂവം സ്വദേശി കരിപ്പക്കുടിയിൽ ജോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി നവീകരിച്ച ക്രിട്ടിക്കൽ കെയർ ചികിത്സാ വിഭാഗം DIG P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.